നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 12ാം ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അടിയന്തരമായി ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ +1 കുട്ടികളുടെ പ്രവേശനോത്സവവും +2 ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കലും നടന്നു. റോയ് കെ പൗലോസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 12ാം ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അടിയന്തരമായി ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ആവശ്യപ്പെട്ടു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ സംഘടിപ്പിച്ച കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാതല അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് അധ്യക്ഷത വഹിച്ചു. 12ാം ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അടിയന്തരമായി ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ആവശ്യപ്പെട്ടു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാതല അംഗത്വ വിതരണ ഉദ്ഘാടനം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലകളിൽ നമ്മൾ എടുത്ത പ്രതിജ്ഞ അധികാരത്തിൽ ആരായാലും അവകാശത്തിന് സമരം ചെയ്യും. ആ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ടാണ് ജീവനക്കാർക്ക് എന്നും അത്താണിയായി ആവേശവുമായി മാറിയ NGO അസോസിയേഷന്റെ മുന്നോട്ടുള്ള പ്രയാണം. കഴിഞ്ഞ 51 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് 52ാം വർഷത്തിലേക്കാണ് സംഘടന പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടം NGO അസോസിയേഷനെ സംബന്ധിച്ചും കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചും സംഘടനാ ഭേദമന്യേ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തൊരു കാലഘട്ടത്തിലാണ്. ആ ഒരു ഇരുണ്ട കാലഘട്ടം ജീവനക്കാർ സംഘടനാ ഭേദമന്യേ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ നിന്ന് ഈ കേരളത്തെ മോചിപ്പിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഈ 2026 ആ മെയ് മാസ പുലരി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിലേക്ക് വഴിമാറിക്കൊണ്ട് ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ എന്ന് പറയുന്ന നിശ്ചയദാർഢ്യമുള്ള ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രിസഭ അധികാരമേറ്റ് മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ്. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഒട്ടനവധി പ്രതീക്ഷകൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നൽകുന്നതോടൊപ്പം ജീവനക്കാർക്കും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ അധികാരത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ക്ഷാമബത്ത മുടക്കമില്ലാതെ സർക്കാർ ജീവനക്കാർക്ക് നൽകുമെന്ന ബഡ്ജറ്റിലെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. ഇടത് സർക്കാർ നിഷേധിച്ച ക്ഷാമബത്ത കുടിശ്ശിക ജീവനക്കാർക്ക് പണമായി നൽകണമെന്നും മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പൂർണ്ണമായും പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CS ഷമീർ സ്വാഗതം ആശംസിച്ചു. വിൻസെന്റ് തോമസ്, UM ഷാജി, പീറ്റർ K എബ്രഹാം, ഗിരീഷ് PR, ജോസ് ജേക്കബ്, വർഗീസ്, ദിലീപ് KV, D ബിനിൽ, P ബിജു, ബുഷ്റ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഈ റോഡ് വഴിയുള്ള യാത്ര വിനോദസഞ്ചാരികൾ പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലിനെ തുടർന്ന് വിള്ളലുണ്ടായ കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അച്ഛനോട് താമസിക്കുന്നു. ആരും താമസിക്കുന്നവിടെ അപകട സാധ്യതാ മേഖലകളിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രദേശം സന്ദർശിച്ച് ദുരന്ത സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റിനെ ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ +1 കുട്ടികളുടെ പ്രവേശനോത്സവവും +2 ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കലും നടന്നു. പ്രവേശനോത്സവം വരവേൽപ്പ് എന്ന പേരിലും ആദരിക്കൽ ചടങ്ങ് വിജയോത്സവം എന്ന പേരിലുമാണ് സംഘടിപ്പിച്ചത്. റോയ് കെ പൗലോസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വരവേൽപ്പ് 2026 എന്ന പേരിൽ പ്രവേശനോത്സവവും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവ് വിജയോത്സവം 2026 എന്ന പേരിലുമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കോഴി യോഗത്തിൽ അധ്യക്ഷനായി. റോയ് കെ പൗലോസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധികളൊക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റു പട്ടണ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പോലെയല്ല. എറണാകുളംകാരെ പോലെ, കോട്ടയംകാരെ പോലെ, തിരുവനന്തപുരംകാരെ പോലെയുള്ള സൗകര്യങ്ങൾ നമുക്കില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ള കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ. കുറച്ചുപേരെ ഇതൊന്നും ബാധിക്കാത്ത കുടുംബങ്ങളും. അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ഉന്നതമായ വിജയം നമുക്ക് ഇടുക്കിയിൽ കരസ്ഥമാക്കാൻ +2 കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിനാണ് ടീച്ചർ നിങ്ങളോട് കൈയടിച്ച് അതിൻ്റെ ഒരു ആഘോഷം നടത്താൻ പറഞ്ഞത്. അപ്പോൾ മറ്റ് 13 ജില്ലകളിലുള്ള കുട്ടികളെക്കാൾ നന്നായി നമുക്ക് വിജയമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവ്, അവർ ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചവരുടെ താല്പര്യം, നിങ്ങളെ സഹായിച്ച രക്ഷിതാക്കൾ, നിങ്ങളെ സഹായിച്ച അധ്യാപകർ, ഇതെല്ലാവരെയും നമുക്ക് മറക്കാൻ പാടില്ല. എല്ലാവരുടെയും സഹായം ഇല്ലത്തുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി, സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, കട്ടപ്പന നഗരസഭാ കൌൺസിലർ TG M രാജു, PTA പ്രസിഡന്റ് ഷിയാസ് AK, പ്രോഗ്രാം കൺവീനർ ബിൻസൺ ജോസഫ്, മറ്റ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും കിസാൻ ഗോഷ്ഠി ഇടുക്കി ബ്ലോക്ക് തല ഉദ്ഘാടനവും സംയുക്തമായി കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഉദ്ഘാടനവും ആൽമ പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രാഹിം കിസാൻ ഗോഷ്ഠി ബ്ലോക്ക് തല ഉദ്ഘാടനവും നിർവഹിച്ചു. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആത്മ 2026-27 കിസാൻ ഗോഷ്ഠി ഇടുക്കി ബ്ലോക്ക് തല ഉദ്ഘാടനവുമാണ് കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു.
മലയാളി എവിടെയുള്ളോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. എന്നാൽ ഓണത്തിന് നാം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഓണ വിപണിയെ പൂർണ്ണമായി സമ്പുഷ്ടമാക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന, അത് പച്ചക്കറിയാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും ഇങ്ങനെ പറയുന്നു, ഓണസദ്യക്ക് ഉപയോഗിക്കുന്ന വാഴയാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. കൃഷി നമ്മുടെ ഉപജീവനമാണ് എന്നുള്ളതിലുപരിയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കേരളം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത്. എന്നാൽ കാലാന്തരത്തിൽ കൃഷി ആദായകരമല്ല എന്നുള്ള ഒരു സ്ഥിതി വരികയും പ്രത്യേകിച്ചും പുതിയ തലമുറ കൃഷിയിൽ നിന്നും വഴിമാറുകയും ചെയ്തതായ ഒരു സ്ഥിതിയുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനവും അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ഉണ്ടായിട്ടുള്ള വിലത്തകർച്ച ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയെ സാരമായി ബാധിക്കുകയും കൃഷി ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മാർഗമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയൊക്കെ ചെയ്ത ഒരു സ്ഥിതിയുണ്ടായി. കിസാൻ ഗോഷ്ഠി ബ്ലോക്ക് തല ഉദ്ഘാടനം ആത്മ പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയദർശിനി പി പദ്ധതി വിശദീകരണം നടത്തി. കഞ്ഞിക്കുഴി കൃഷി ഓഫീസർ അബിൻഷാ അഷറഫ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത മോൾ CS, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സോന ട്രീസ ജോബി, അജിത് കുമാർ KK, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. കാർഷിക സെമിനാറിൽ ബിജുമോൻ സക്കറിയ ക്ലാസ് നയിച്ചു. കാർഷിക പ്രദർശന സ്റ്റാളുകൾ, PM കിസാൻ ഹെൽപ്പ് സെന്റർ, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് എന്നിവയും മേള നഗരിയിൽ ജനശ്രദ്ധ ആകർഷിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും സംഘടിപ്പിച്ചു. തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ സാലി അഗസ്റ്റിൻ നേതൃത്വം നൽകി. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് തൊടുപുഴയിൽ ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും സംഘടിപ്പിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് തട്ടുകട, ഹോട്ടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പാലിക്കേണ്ട വ്യക്തിശുചിത്വം, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ സാലി അഗസ്റ്റിൻ വിശദമായ ക്ലാസ് നയിച്ചു. അങ്ങനെ ആ ട്രേയെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തിരിക്കണം. ചുറ്റും കടയുടെ ചുറ്റും എന്തായിരിക്കണം, ഒരു മെഷ് അടിച്ച് നമ്മുടെ കടയിൽ ഈച്ച പ്രാണി ഇതൊന്നും വരാതെ നമ്മൾ നോക്കണം. ഇനി ഞാൻ നിങ്ങളോട് ബാക്ടീരിയ, വൈറസ്, ജൈവികമായ പദാർത്ഥങ്ങളുടെ മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമതൊരു അപകടകാരി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം. വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമായിരിക്കണം. അതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഇവിടെ കൊണ്ടുവരൂ. തിളച്ച വെള്ളം എടുത്തുകൊണ്ട് വരിക ഫ്ലാസ്കിൽ, അല്ലെങ്കിൽ അവിടെ തിളപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കുക. ഗ്യാസിനൊക്കെ ഇത്തിരി ക്ഷാമമായതുകൊണ്ട് തിളപ്പിക്കാനുള്ള സൗകര്യം എടുത്തു വയ്ക്കുക. നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഫുഡിനകത്ത് ഒരു ഫോറിൻ ഐറ്റം, അതായത് തലമുടി, ഈച്ച, പ്രാണി ഇതൊന്നും വന്നു ചാടാതെ നമ്മൾ നോക്കണം. ഇനി രണ്ടാമതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവസ്തുക്കളുടെ ഉപയോഗം. നമ്മൾ കട ക്ലീൻ ചെയ്യാൻ ഒരു ഈച്ച പറഞ്ഞു പോയാൽ, കൊതു പറഞ്ഞു പോയാൽ നമ്മൾ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യം ഓർക്കുക, നമ്മുടെ ഫുഡ് അവിടെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് വെക്കണം. ഫുഡ് വെച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൽ വിഷാംശം തരും. അപ്പോൾ 3 തവണ വേണം. ഒന്ന് നമ്മുടെ ജൈവികമായിട്ടുള്ളത്, 2 രാസവസ്തുക്കൾ, നമ്മൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാറുണ്ട്, ആ സാനിറ്റൈസർ അല്ലെങ്കിൽ കട ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. മൂന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈച്ചയോ പ്രാണിയോ അല്ലെങ്കിൽ പാറ്റ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ ഫുഡിൽ ചാടാൻ ഇടയാക്കിയേക്കരുത്. അപ്പം സുരക്ഷിതാഹാരം ആരോഗ്യത്തിന് ആധാരം എന്ന ആപ്തവാക്യം മുൻനിർത്തി ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ബന്ധപ്പെട്ട് നടക്കുന്ന ഡ്രൈവുകളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നതെന്നും തൊടുപുഴ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ രാജേന്ദു വ്യക്തമാക്കി.
പരിശോധനാ സമയത്ത് നമ്മൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, ആ ലൈസൻസ് എടുത്തിട്ടുണ്ടോ, അത് എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്ത് കാർഡ്, അടിസ്ഥാനപരമായ ഡോക്യുമെൻറ്റ്സായ ഹെൽത്ത് കാർഡ് എല്ലാ ജീവനക്കാർക്കും, പാചകം ചെയ്യുന്നവർക്കും അതുപോലെ വിളമ്പുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ട ഹെൽത്ത് കാർഡ് എടുക്കണം. അതോടൊപ്പം വെള്ളം പരിശോധിച്ച റിപ്പോർട്ട്, നമ്മൾ വെള്ളം പരിശോധിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സമയത്ത് മഴക്കാലത്ത് ഒരുപാട് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കുന്നതും തടയുന്നതിൻ്റെയും പ്രിക്കോഷൻ എടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ വാട്ടർ റിപ്പോർട്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഭക്ഷണം സ്റ്റോർ ചെയ്യുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ എന്നുള്ളത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. ന്യൂസ് പേപ്പറിൽ ചെറുകടികളും പലഹാരങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പർ കൊടുക്കാൻ പാടില്ല. അത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക, പരിശോധനാ സമയത്ത് നമ്മൾ കാണുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്നു വയ്ക്കാൻ പാടില്ല. അത് പാചകം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, വേസ്റ്റ് സംസ്കരിക്കുന്ന ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം നോൺ വെജ് ഫുഡ് ഐറ്റംസ് ആണ്. നോൺ വെജ് ഫുഡ് ഐറ്റംസ് എങ്ങനെ നമ്മൾ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതായത് നമ്മൾ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയും അതുപോലെ 60 ഡിഗ്രി സെൽഷ്യസിന് മേലെയുള്ള ടെമ്പറേച്ചറിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. ആ ഒരു ടെമ്പറേച്ചർ സൂക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് എന്നാൽ മാത്രമേ നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും സംഭരിക്കുമ്പോഴും വിതരണവും വിൽപ്പനയും നടത്തുമ്പോഴും പാലിക്കേണ്ട അടിസ്ഥാന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളെയും നിർദ്ദേശങ്ങളെയും കുറിച്ച് നോഡൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസ് ക്ലാസ് എടുത്തു. ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായി നടത്തിയ പ്രത്യേക ലൈസൻസ് രജിസ്ട്രേഷൻ മേളയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ്, തട്ടുകട പ്രതിനിധി ഷമീർ കുഞ്ചാവീടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മഞ്ഞപ്പാറയിൽ കുടിവെള്ള പൈപ്പ് മുറിച്ച് ഏലം കൃഷിയിടത്തിലേക്ക് വൻതോതിൽ വെള്ളം ചോർന്നതായി പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് മണ്ണിനടിയിലൂടെ രഹസ്യമായി കണക്ഷൻ എടുത്തായിരുന്നു തട്ടിപ്പ്. ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ വൻ ജലചൂഷണം കണ്ടെത്തിയത്. തടിയമ്പാട് മഞ്ഞപ്പാറ കേശമുനയിൽ 8 വീട്ടുകാർക്കുള്ള ശുദ്ധജലമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. മാർ എഫ്രേം മൈനർ സെമിനാരിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ഏലം കൃഷി ചെയ്യുന്നവരാണ് ഈ ചൂഷണത്തിന് പിന്നിൽ. കൃഷിയിടത്തിലെ 50,000 ലിറ്ററോളം വെള്ളം ശേഖരിക്കാവുന്ന കൂറ്റൻ സംഭരണികളിലേക്കാണ് വെള്ളം ചോർത്തിയത്. ശുദ്ധജല വിതരണത്തിനായി നേരത്തെ ഉപയോഗിച്ചിരുന്ന പഴയ PVC പൈപ്പ് മുറിച്ച് മണ്ണിനടിയിലൂടെ രഹസ്യമായി മറ്റൊരു കണക്ഷൻ എടുത്തായിരുന്നു തട്ടിപ്പ്. ദിവസം 2 മണിക്കൂർ മാത്രം ലഭിച്ചിരുന്ന കുടിവെള്ളം ഒരാഴ്ചയായി പൂർണ്ണമായും മുടങ്ങിയതോടെയാണ് നാട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതും തട്ടിപ്പ് കൈയോടെ പിടികൂടിയതും. ഇതിന് താഴേക്ക് 9 വീടുണ്ട്. ഈ 9 വീട്ടുകാർക്കും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള ഈ പൈപ്പ് നിർത്തിയിട്ട് 1 വർഷത്തോളാകാറായി. ഇതിനകത്ത് വെള്ളമില്ലാണ്ട് കിടക്കുക. ഇത് അവർ വെട്ടിപ്പൊളിച്ചിട്ടാണ് ഇതിലൂടെ എടുത്തിട്ട് 6 മാസമൊക്കെ ആയിരുന്നു പണിയാണ്ടിട്ട് പോകുന്നു. ഇപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് ഈ മെനകെട്ട പണിയാണ് ചെയ്തത്. ഇത് കുടിവെള്ളം ഇല്ലാത്തവൻ്റെ വായിലേക്ക് അടിച്ചിട്ട് വരെ വന്നു കുടിവെള്ളം. അവർക്ക് ഈ ടാങ്കിനകത്ത് വെള്ളം എടുക്കുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട് വെള്ളം എടുക്കാറുണ്ട്. ഇത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ടാങ്കിൽ വെള്ളമില്ല, വെള്ളം കയറുന്നത്. ഇതെന്നാ സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കൂട്ട് പണിയാണ് ചെയ്തത്. അവർക്ക് ടാങ്കി നിറച്ച് വെള്ളം കിടപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ല. ഇതിനു പുറമെ പ്രദേശത്ത് മറ്റൊരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. 10 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള മറ്റൊരു വൻ പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കൂറ്റൻ പാറയുടെ മേൽമണ്ണിൽ നിർമ്മിച്ച ഈ കുളത്തിൽ ഇതുവരെ പടുത ഇട്ടിട്ടില്ല. നിലവിൽ പെയ്യുന്ന കനത്ത മഴയിൽ ഇവിടെ വെള്ളം കെട്ടിനിന്ന് ഭൂമിയിലേക്ക് താഴ്ന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. സെമിനാരി കൊടുത്തേക്കണ, വാടകയ്ക്ക് കൊടുത്ത, പാട്ടത്തിന് കൊടുത്തേക്കണ സ്ഥലമാണ്. ടാങ്കി ഇപ്പം നിറച്ച് ഇട്ടേക്കണത്. കുടിവെള്ളം അടിയിലെല്ലാം നിറയെ വീടുകളുള്ള ഏതെങ്കിലും ടാങ്കി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ കാര്യം അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഇത് ഞങ്ങളൊക്കെ വീട്ടിൽ വെള്ളം മണ്ണിൽ വല്ലെന്ന് പറയും. ഇത് ആരും അപ്പം ഞങ്ങളോട് അതോറിറ്റി അടിക്കാത്തിട്ടൊന്നും നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൈനാവ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. അനധികൃതമായി വെള്ളം ചോർത്തിയ കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രദേശവാസികളോട് വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴും അനധികൃതമായി എടുത്ത പൈപ്പ് വിച്ഛേദിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ പ്രതിഭകളായ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഡോക്ടർ മാത്യു കുഴലാൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ KH സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിച്ചത്.
സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഡോക്ടർ മാത്യു കോടൽനാടൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപനം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് നമ്മളോടൊപ്പമുള്ള എല്ലാവരെയും ഒന്നുപോലെ കരുതാനും ഒന്നുപോലെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ള സമൂഹമായി മാറുന്നത്. ആ നിലയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന SSC സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരീക്ഷകൾക്ക് മികച്ച വിജയം നേടിയ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ലുണ്ട്. അതായത് നന്നായി തുടങ്ങിയാൽ പകുതി വിജയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പകുതി വിജയം വരിച്ചിരിക്കുന്നു, നിങ്ങളുടെ തുടക്കം വളരെ നന്നായിരിക്കുന്നു, നിങ്ങൾ ഈ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിനി മുമ്പോട്ടുള്ള യാത്രയിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാനും ഉന്നതിയിലേക്ക് പറക്കാനും ഇതൊരു പ്രചോദനമാകട്ടെ. നിങ്ങളുടെ ഈ വിജയത്തെ എത്ര മഹത്വവൽക്കരിച്ചാണ് ഞങ്ങൾ കാണുന്നത് എന്നതിന് ഉദാഹരണമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ KH സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളായി വിദ്യാർത്ഥികളെ ആദരിച്ചത്. സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ തന്റെ വാർഡിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് KH സിദ്ദിഖ് പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് SSC സ്കൂൾ ഫോർ ഡെഫിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളം, വിവിധ നൃത്ത പരിപാടികൾ, ഗാനാലാപനം എന്നിവയും നടന്നു. SSC സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മക്കാർ, പഞ്ചായത്ത് അംഗങ്ങളായ KM അബ്ദുൽ കരീം, PM അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ KH സിദ്ദിഖ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് റോഡ് കയ്യേറി കെട്ടിടവും കല്ലറയും നിർമ്മിച്ചെന്ന ഗുരുതര ആരോപണവുമായി കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി. കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവുകൾ പോലും അവഗണിച്ചാണ് അനധികൃത നിർമ്മാണം നടന്നതെന്നാണ് ആരോപണം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വക വസ്തുവിലൂടെ കടന്നുപോകുന്ന പഞ്ചായത്തിന്റെ 5 കോടി കത്തിപ്പാറത്തടം പാൽക്കുളമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് കയ്യേറി കെട്ടിട നിർമ്മാണവും കല്ലറ നിർമ്മാണവും നടത്തിയെന്നാണ് പരാതി. കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് ചെലവിൽ അളന്ന് സ്ഥാപിച്ച വാർക്ക പോസ്റ്റുകൾ നശിപ്പിച്ച ശേഷമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി ഗ്രാനൈറ്റ് ഉപയോഗിച്ച് പൊതുവഴിയിൽ കല്ലറ നിർമ്മിച്ചതെന്ന് പള്ളി കമ്മിറ്റി ആരോപിച്ചു. 1977 സ്ഥാപിച്ചതാണ് കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. ഈ സ്ഥലത്തിൻ്റെ വട്ടേ ഇന്നും മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കിഴക്കിൻ്റെ കാതോലിക്ക ബാവയായിരുന്ന ബസാലിയോസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ പേരിൽ ഇന്ന് കരപടച്ചു വരുന്നതാണ്. 1968 ചങ്ങളം പള്ളം ലൈൻ വലിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഈ റോഡ് സർവേ ചെയ്തിട്ടുള്ളതാണ്. 8 മീറ്റർ മുതൽ 14 മീറ്റർ വരെ വീതിയുള്ളതാണ്. ഈ വസ്തുവിൽ കൂടെ കിടക്കുന്ന ഈ റോഡ് മെത്രാങ്കക്ഷികൾ ഗേറ്റ് ഇട്ട് അടുത്തതിൽ വെച്ച് നാട്ടുകാരും യാക്കോബ് വിഭാഗക്കാരും കലക്ടർക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും OP ഫയൽ ചെയ്തു. ഹൈക്കോടതിയിലെ ഉത്തരപ്രകാരം
കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് ഈ സ്ഥലം അളന്ന് തിരിച്ച് വാർക്ക പോസ്റ്റ് ഇട്ട് കളക്ടറുടെ മധ്യത്തിൽ ഈ വിഷയം പരിഹരിച്ചിട്ടുള്ളതാണ്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കയറി ഇവിടുത്തെ ഈ മത്തലാങ്കഷിയിൽപ്പെട്ട ഒരു പ്രമാണിയുടെ വഴിയിൽ ഞങ്ങൾ അടക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടക്കുമെന്ന് പറഞ്ഞ വഴിയിൽ കുഴികുത്തി അടക്കുകയും ഈ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലൂടെ കല്ലറ നിർമ്മിക്കുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും തികച്ചും നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. ഇത് ഞങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്ത് അധികൃതർ വന്നെങ്കിൽ പോലും ചില പക്ഷാപാതമായ പെരുമാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആയതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നും ഈ നടു റോഡിൽ കല്ലറ നിർമ്മിച്ചത് നീക്കി തരണമെന്നാണ് ജാക്കോ വിഭാഗത്തിൻ്റെ ആവശ്യം. പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് റോഡ് കയ്യേറിയുള്ള അനധികൃത നിർമ്മാണം തുടരുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും നിർമ്മാണങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ സെമിത്തേരി കടന്നു പോകുന്ന റോഡിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ അടുത്ത ദിവസം ഈ വിഷയത്തിൽ കമ്മിറ്റിയിൽ ചർച്ച നടത്തി നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. വികാരി ഫാദർ സജോ പി മാത്യു ഇലവുങ്കൽ, സഹവികാരി ഫാദർ ബിനോയ് ചാക്കോ കുന്നത്ത്, ഫാദർ മനോജ് വർഗീസ് ഈരാച്ചേരിൽ, ട്രസ്റ്റിമാരായ ഷാജി ഏലിയാസ് നിരവത്ത്, ഷിജോ കെ ജി കോഴക്കാട്ട്, സെക്രട്ടറി എൽദോസ് കി പാലക്കാട്ട്, കുര്യൻ കല്ലുവെട്ടാംകുഴി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാമാക്ഷി ശ്രീരാമവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി 2784 നമ്പർ ശ്രീരാമവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗമാണ് നടത്തിയത്. തങ്കമണിയിലെ NSS കരയോഗ മന്ദിരം ഹാളിൽ വെച്ച് നടത്തിയ യോഗം ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായി പ്രവർത്തിച്ചു പോകുന്ന കാമാക്ഷി കരയോഗത്തിന് തെരഞ്ഞെടുപ്പ് നടപടികൾ നടത്താതെ നീട്ടിക്കൊണ്ടു പോകുന്ന ഹെഡ് ഓഫീസിന്റെ നടപടി പ്രതിഷേധാർഹവും ജനാധിപത്യ വിരുദ്ധമാണെന്നും നീതിക്ക് വേണ്ടി ഹൈറേഞ്ച് NSS യൂണിയൻ നടത്തുന്ന അതിജീവന പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന കാമാക്ഷിയിലെ സമുദായ അംഗങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്നും R മണിക്കുട്ടൻ പറഞ്ഞു. കരയോഗം പ്രസിഡന്റ് KJ രവീന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി C ശ്രീകുമാർ കരയോഗത്തിന്റെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് സുലത KS, സെക്രട്ടറി ഗീതാചന്ദ്രൻ, PD സത്യൻ, വസുമതി R നായർ, TP രാജശേഖരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പ്രവേശനോത്സവവും ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് പോത്തനാമൊഴി അധ്യക്ഷത വഹിച്ച സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയകണ്ഠത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പ്രവേശനോത്സവവും സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് പോത്തനാമൊഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളോട് വ്യക്തതയോടുകൂടിയും സിമ്പിളായിട്ടും ലളിതമായ ഭാഷയിൽ ചുരുങ്ങിയ വാക്കുകൾ പറയുവാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പോൾ ശശി തരൂരൊക്കെ പറയുന്ന പോലെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളൊന്നും പറയണമെന്നില്ല. സിമ്പിളായിട്ട് ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കുക. അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ, അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയ ലൈഫ് ലെസൺസാണ്. +2 അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവരും അല്ലെങ്കിൽ അക്കാഡമിക് ബ്രില്യൻസ് കാണിക്കുന്നവരൊന്നും ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കയറുമ്പോൾ ആ ഒരു ബ്രില്യൻസ് അവർ കാണിക്കണമെന്നില്ല. എല്ലാവരും അല്ല, കാണിക്കണമെന്നില്ല. അവിടെയൊക്കെ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് ദ തിങ് ദാറ്റ് ഗീവ്സ് യു ദ എഡ്ജ്, ഇംഗ്ലീഷിൽ പറയും എഡ്ജ് എന്ന് പറയും. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയകണ്ഠത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറകത്തോട്ടം, വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ, ഫാദർ സിജിൻ ജോർജ്, ഫാദർ ആന്റണി മുട്ടത്തുകുടിയിൽ, ഹെഡ്മാസ്റ്റർ ജോ മാത്യു, PTA പ്രസിഡന്റ് ജോബി ജോർജ് എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. PTA സെക്രട്ടറി ജോയ്സ് മാത്യു നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് മുൻവർഷം അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തു. സൗഹൃദ ക്ലബിന്റെയും പവർ ബ്രിഗേഡിന്റെയും ആഭിമുഖ്യത്തിൽ രക്ഷകർത്താക്കളും കൗമാരക്കാരും എന്ന വിഷയത്തെ അധികരിച്ച് ഹയർ സെക്കൻഡറി അധ്യാപിക സോണി ജോൺ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്തു.
ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനവും ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് മഞ്ഞളി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം 2026-27 വർഷത്തെ പുതിയ പ്രസിഡന്റായി സജി M. ജോർജ് ചുമതലയേറ്റു. ലയൺസ് ഇന്റർനാഷണൽ മിഷൻ 1.5 ഇന്റർനാഷണൽ പുരസ്കാരം നേടിയ ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറത്തിന്റെ 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. നിറദീപം കൊളുത്താനീവാ ചിത്തവുമെൻ ചിന്തകളും സകലമാമീ ചെയ്തികളും ഈ ഒരു ക്ലബിൻ്റെ ലയൺസ് ക്ലബിൻ്റെ ഇൻ്റർനാഷണലിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് വി സെർവ് എന്നാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രധാനമായും സൈറ്റ് കൺസർവേഷൻ, ഹിയറിംഗ് ആൻഡ് സ്പീച്ച് കൺസർവേഷൻ, ഡയബറ്റീസ് അവയർനെസ്, യൂത്ത് ഔട്ട്റീച്ച്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈ സമൂഹത്തിൽ ഒരു തങ്ങളുടേതായ ഒരു മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ഈ തുടങ്ങിയ കാലം തൊട്ട് ഈ ദിവസം വരെ പരിശ്രമിക്കുന്ന, അത് ലോകത്ത് തന്നെ ഏതാണ്ട് 1.4 മില്യൺ 14 ലക്ഷത്തിൽ പരം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഈ ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഈ ക്ലബിന് സാധിക്കട്ടെ. ലയൺസ് 318C സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് മഞ്ഞളി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നിർവഹിച്ചു. I declare that the new president of Lions Club of Vannappuram for the dynastic year 26-27, Lions Sajid M. George is installed by me. Thank you so much, and I am handing over. I wish we have to expose to him to the president chair and Sajid George. Not your presence by ഈ വർഷം ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ എല്ലാ മെമ്പർമാരും എല്ലാവിധ സഹായങ്ങളും എൻ്റെ കൂടെ നിന്ന് തരണമെന്ന് മാത്രം ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ RCR ബിനോയ് ഭാസ്കർ ഡോക്ടർ എല്ലാ കാര്യത്തിനും എന്ത് കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ച് നിങ്ങൾ എന്നെ ചെയ്യണം, അതിൻ്റെയൊക്കെ ഫലമാണ് കിട്ടുന്ന അവാർഡ്. പിന്നെ SRC സന്തോഷ് സാർ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, അവരൊരു കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം 2026-2027 വർഷത്തെ പുതിയ പ്രസിഡന്റായി സജി M. ജോർജ് ചുമതലയേറ്റു. ഫസ്റ്റ് പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സജിത് തോമസ് സ്വാഗതവും ഡോക്ടർ മഞ്ജു സജിത് ഫ്ലാഗ് സല്യൂട്ടേഷനും ടിൻഡു അനീഷ് ആമുഖ അവതരണവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അർക്കത്തോട്ടം, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, റീജിയൻ ചെയർപേഴ്സൺ ജെയ്സൺ ജോയ്, സോൺ ചെയർപേഴ്സൺ സാബു മാത്യു എന്നിവർ ആശംസയും സെക്രട്ടറി ബാബു ജെയിംസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം വരിച്ച വിദ്യാർത്ഥികളെ ചീഫ് വിപ്പ് ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികൾക്കും വിശിഷ്ടാതിഥികൾക്കും പ്രത്യേക ആദരവും ഒരുക്കി.
बेकरार मेरे दिले बेकरार तू ही बता. ഇരുട്ടുതോട് സന്തോഷ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനം നടത്തി. സമാപന യോഗം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ജോർജ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ IV ദാസ് അനുസ്മരണം ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KP ഹരിദാസ് നിർവഹിച്ചു. ഇരുട്ടുതോട് സന്തോഷ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണ സമാപനം, വായനാദിന ചിത്രരചന, ക്വിസ് മത്സരം, IV ദാസ് അനുസ്മരണം, പുസ്തക പരിചയം എന്നിവയോടെ സംഘടിപ്പിച്ചു. സമാപന യോഗം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രസംഗമൊന്നുമില്ല, ആരെങ്കിലും വലിയ പ്രാസംഗികരൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോൾ തന്നെ ഡിപ്പാകും അങ്ങനെ പറയാനും പറ്റില്ല. എങ്കിലും ഇച്ചിരി കാര്യങ്ങൾ 2 കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറയും, ഞങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നടക്കും. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കല മാത്രമല്ല, വനിതകളെ വിളിച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും എല്ലാ പരിപാടികളിലും പ്രത്യേകം അഭിനന്ദനം നേർന്നുകൊണ്ട്. ഇപ്പോൾ സാറിൻ്റെ നല്ല പുസ്തകം, സാറിൻ്റെ കുഞ്ഞാറ്റ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടായി, അടുത്ത കാലത്ത് ഉണ്ടായതല്ല, മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സാറിൻ്റെ ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വന്നു ഈ പുസ്തകത്തെ കുറിച്ചപ്പോൾ ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു. സാറ് കണ്ടതുകൊണ്ട് എനിക്കറിയില്ല. എന്താണെങ്കിലും പുസ്തകം വായിക്കണം, എനിക്ക് ഒന്ന് വായിക്കണം. വായിച്ചു തുടങ്ങിയാൽ സാറിനോട് പറഞ്ഞില്ല. അപ്പം എന്നാലും അതിന് എന്ത് വരെയാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ പുസ്തകം ഒന്ന് വായിക്കാൻ കിട്ടണം. എന്തായാലും പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ ഈ ലൈബ്രറിയിലെ ഇരുട്ടുതോടെ സന്തോഷ് ലൈബ്രറിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ലൈബ്രറി പ്രസിഡന്റ് ജോർജ് ഫിലിപ്പ് അധ്യക്ഷനായി. IV ദാസ് അനുസ്മരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KP ഹരിദാസ് നിർവഹിച്ചു. ഗ്രന്ഥകാരനും അധ്യാപകനുമായ KR സോമരാജൻ കുഞ്ഞാറ്റയുടെ പുസ്തകങ്ങൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. ലൈബ്രറി സെക്രട്ടറി സുധീന്ദ്രൻ കാപ്പിൽ, മണക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സിസ് കറിയ, ചിത്രകാരൻ ബിജു AK, N ഉൽഹനാൻ, മേരി ദേവസ്യ, സുഭാഷ് TJ, ലിജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്വിസ് ചിത്രരചന മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് യോഗത്തിൽ സമ്മാനദാനവും നൽകി. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 12ാം ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അടിയന്തരമായി ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ +1 കുട്ടികളുടെ പ്രവേശനോത്സവവും +2 ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കലും നടന്നു. റോയ് കെ പൗലോസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.